വടക്കൻ അർദ്ധഗോളത്തിലെ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ ആകാശ പ്രതിഭാസങ്ങളിലൊന്നായ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഓഗസ്റ്റ് 12-ന് ദൃശ്യമാകുമെന്ന് നാസ അറിയിച്ചു. ഗ്രീൻലാൻഡ് ഐലൻഡ്, വടക്കൻ റഷ്യ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗങ്ങൾ, സ്പെയിനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ, പോർച്ചുഗലിന്റെ വടക്കുപടിഞ്ഞാറൻ കോണിലെ ചെറിയ ഭാഗം എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും. വടക്കൻ അർദ്ധഗോളത്തിലെ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ ആകാശ പ്രതിഭാസങ്ങളിലൊന്നായ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഓഗസ്റ്റ് 12-ന് ദൃശ്യമാകുമെന്നാണ് നാസ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, വടക്കൻ റഷ്യ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗങ്ങൾ, സ്പെയിനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ, പോർച്ചുഗലിന്റെ വടക്കു പടിഞ്ഞാറൻ കോണിലെ ചെറിയ ഭാഗം എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും. അലാസ്ക മുതൽ നോർത്ത് കരോലിന വരെ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും, കാനഡയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും, യൂറോപ്പിന്റെ വലിയൊരു ഭാഗത്തും, വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലും ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും. ഗ്രഹണത്തോടനുബന്ധിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസയുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സംഘം WB-57 ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന ഗവേഷണ വിമാനം ഉപയോഗിച്ച് ചന്ദ്രന്റെ നിഴലിനെ പിന്തുടർന്ന പരീക്ഷണങ്ങളും നടത്തും. കൂടാതെ നാസയുടെ പിന്തുണയോടെ നാഷണൽ വൈഡ് എക്ലിപ്സ് ബലൂണിംഗ് പ്രൊജക്ട് പ്രകാരം അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഐസ്ലൻഡിനും സ്പെയിനിനും ശാസ്ത്രീയ ബലൂണുകൾ വിക്ഷേപിച്ച് ഗ്രഹണ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പഠിക്കും. ഓഗസ്റ്റ് 12-ന് കിഴക്കൻ അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 1:15-ന് നാസയുടെ തത്സമയ സംപ്രേഷണം ആരംഭിക്കും. കാലാവസ്ഥ അനുകൂലമായാൽ ഗ്രഹണത്തിന്റെ ചിത്രങ്ങൾ പരിപാടിക്ക് പിന്നാലെ നാസയുടെ ഔദ്യോഗിക ഫ്ലിക്കർ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെടും. സംപ്രേഷണത്തിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നാസയിലെ വിദഗ്ധർ മറുപടി നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ സൂര്യഗ്രഹണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗ്രഹണം കാണുന്ന സ്ഥലങ്ങളിൽ സൂര്യൻ ചക്രവാളത്തിന് വളരെ അടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ സഹായനത്തോടുള്ള സമയത്താണ് ഗ്രഹണം സംഭവിക്കുന്നത് എന്നത് വാനനിരീക്ഷകർക്ക് ചെറിയൊരു വെല്ലുവിളിയുമുണ്ട്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ താഴ്ന്നു തുടങ്ങുന്ന സമയത്ത് ഗ്രഹണം ദൃശ്യമാകുന്നതിനാൽ വ്യക്തമായ കാഴ്ച ലഭിക്കാൻ ഉയർന്ന പ്രദേശങ്ങളും തടസ്സങ്ങളില്ലാത്ത കാഴ്ചയിടങ്ങളും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രധാന പാതയ്ക്ക് പുറമെ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ പ്രതിഭാസം ഭാഗികമായി കാണാൻ സാധിക്കും. യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങൾ, വടക്കേ അമേരിക്കയുടെ വടക്കേ അറ്റങ്ങൾ, ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സൂര്യന്റെ ഒരു ഭാഗം ചന്ദ്രൻ മറയ്ക്കുന്ന ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും. ഈ വലിയ ഭൂപ്രദേശങ്ങളിലെല്ലാം തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായി ഈ ആകാശവിസ്മയം നേരിട്ട് ആസ്വദിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. സൂര്യഗ്രഹണം കാണുമ്പോൾ ആരോഗ്യപരമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കർശനമായ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ഗ്രഹണത്തിന്റെ ഏത് ഘട്ടത്തിലും വെറും കണ്ണുകൊണ്ട് നേരിട്ട് സൂര്യനെ നോക്കുന്നത് കണ്ണിന് സ്ഥിരമായ കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്രഹണം പൂർണ്ണമായി മറയുന്ന ആ അപൂർവ നിമിഷത്തിൽ, അതായത് ടോട്ടാലിറ്റി സമയത്ത് മാത്രം പ്രത്യേക സുരക്ഷാ കണ്ണടകൾ മാറ്റാൻ അനുവാദമുണ്ടെങ്കിലും മറ്റ് സമയങ്ങളിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സോളാർ ഫിൽറ്ററുകളും എക്ലിപ്സ് ഗ്ലാസുകളും നിർബന്ധമായും ഉപയോഗിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.